വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 58-ാമത്തെ വാക്യം. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം. നമ്മുടെ വചനം എന്ന് പറയുന്ന ദൈവത്തിൻ്റെ വാക്ക്, ദൈവത്തിൻ്റെ മനസ്സാണ്. അപ്പോൾ ദൈവത്തിൻ്റെ മനസ്സാണ് ദിവ്യകാരുണ്യം ഉള്ളപ്പോൾ വെളിവാക്കേണ്ടത്. ആ മനസ്സിലേക്കാണ് മനുഷ്യൻ ആകർഷിക്കപ്പെടേണ്ടത്. ആ മനസ്സ് തുറക്കണ സ്ഥലമാണ് കുരിശ്. കുരിശിൽ ആ മനസ്സ് തുറക്കണ സ്ഥലമാണ് കുരിശിൻ്റെ മാറിടം. അവിടെയാണ് ഈശോയുടെ മാറിടം പിളർന്ന് കരുണ കാണിക്കപ്പെടുന്നത്. അതുകൊണ്ടാണ് ആ കരുണയിലേക്കാണ് ആകർഷിക്കുന്നത്. അതാണ് ഈശോ പറഞ്ഞത്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും 12:31-32 യോഹന്നാൻ്റെ സുവിശേഷം 12:31-32 ഞാൻ നേരിട്ട് പറഞ്ഞ്, ഞാൻ ഭൂമിയിൽ നിന്ന് ഉയർത്തപ്പെടുമ്പോൾ എല്ലാ മനുഷ്യരെയും എന്നിലേക്ക് ആകർഷിക്കും. അപ്പോൾ എങ്ങോട്ട് ആകർഷിക്കണത്? മനുഷ്യൻ ഈ തുറന്ന ഹൃദയത്തിലേക്കാണ് ആകർഷിക്കുന്നത്. ദാറ്റ് മീൻസ് ദിവ്യകാരുണ്യത്തിലേക്കാണ് ആകർഷിക്കുന്നത്. ശ്രദ്ധിക്കട്ടെ. ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, ഹല്ലേലൂയ, യേശുവേ നന്ദി, ഹല്ലേലൂയ. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേകാം. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, മക്കളെ, കർത്താവിൻ്റെ മുമ്പിൽ നമ്മൾ ചെലവഴിക്കുന്ന സമയമാണ്. ബി ഹാപ്പി, ബി പ്ലസൻറ്റ്, എന്തൂസിയാസ്റ്റിക്. കർത്താവിൻ്റെ മുമ്പിൽ നിൽക്കുമ്പോൾ നമ്മൾ ഇത് ലോകത്തിൽ ഏറ്റവും കൂടുതൽ നമുക്ക് സന്തോഷിക്കാൻ, നമുക്ക് തുള്ളിച്ചാടാൻ, ആവേശം കൊള്ളാൻ എല്ലാം മറക്കാൻ പറ്റിയ ഒരിടമാണ് കർത്താവിൻ്റെ സന്നിധാനം. ശ്രുതികടേ ശ്രുതികട. ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, ആരാധന, ആരാധന. ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, ഓ ദിവ്യകാരുണ്യ സ്നേഹമേ, അങ്ങേയ്ക്കൊരായിരം സ്തോത്രമേ. പരിശുദ്ധമായ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷമുണ്ട്. അതിമനോഹരമായ ഒരു വചനം, കരുണയുടെ വചനമാണ്. അത് വിശുദ്ധ ലൂക്ക 1:58, 1-ാം അധ്യായം 58-ാമത്തെ വാക്യം. എലിസബത്ത് പ്രഗ്നൻ്റ് ആയതിനെക്കുറിച്ച് നാട്ടുകാരുടെ കമൻ്റാണ്. എലിസബത്ത് പ്രഗ്നൻ്റ് ആയ ഒരു ഗർഭിണി ആയതിനെക്കുറിച്ച്. അതെങ്ങനെയുള്ള എലിസബത്താണ്? വൃദ്ധയായ എലിസബത്ത്, പിന്നെ എന്താണ്? വന്ധ്യയായ എലിസബത്ത്. അപ്പം നോ മാറ്റർ ഓഫ് എനി മെറിറ്റ്. അതാണ് ബൈബിൾ ഇങ്ങനെ പറയണത്. എന്ത് രസമാണ് കേൾക്കാൻ. എലിസബത്ത്. ശ്രുതികട. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. എങ്ങനെയുള്ള എലിസബത്താണ്? വൃദ്ധയായ എലിസബത്ത്. പിന്നെ അതായത് ഗർഭിണിയാകാൻ മെറിറ്റില്ലാത്ത, യോഗ്യതയില്ലാത്ത എലിസബത്ത്. പിന്നെ എങ്ങനെയുള്ള എലിസബത്താണ്? വന്ധ്യയായ എലിസബത്ത്. അപ്പോഴും കുട്ടിയുണ്ടാകാൻ യോഗ്യതയില്ല. എൻ്റെ സഹോദരങ്ങളൊന്ന് ധ്യാനിച്ച് നോക്കിക്കേ. ഇപ്പം ലൂക്കായുടെ സുവിശേഷം 1:36 തിരുവചനം. വിശുദ്ധ ലൂക്കാൻ്റെ സുവിശേഷം 1-ാം അധ്യായം 36-ാമത്തെ വാക്യം എന്താ പറയണത്? വൃദ്ധയായ എലിസബത്ത്. പിന്നെ എന്താണ്? വന്ധ്യയായ എലിസബത്ത്.
ഈ എലിസബത്തിനോട് ദൈവം എന്താ കാണിക്കണത്? നാട്ടുകാരെന്നാ പറയണത്? ഈ എലിസബത്ത് പ്രഗ്നൻ്റ് ആയിട്ട് പിന്നീട് അവൾ ഒരു കുഞ്ഞിന് ജന്മം കൊടുക്കുമ്പോൾ നാട്ടുകാർ കമൻറ്റ് ചെയ്യണത് എന്താണ്? ലൂക്കായുടെ സുവിശേഷം 1:58. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, ഹല്ലേലൂയ, യേശുവേ ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, 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 ഹല്ലേലൂയ, 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 യേശുവേ സ്തുതി, ആരാധന, ആരാധന, യേശുവേ ആരാധന, 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 യേശുവേ ആരാധന. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 1:58 ഈ വൃദ്ധയായ എലിസബത്ത്, നമ്മൾ ലൂക്ക 1:36 കണ്ട എലിസബത്തിൻ്റെ ഡീമെറിറ്റ്സ് എല്ലാം ഉണ്ട്. ഒന്ന് വൃദ്ധയാണ്, വന്ധ്യയാണ്. ഈ വൃദ്ധയായ എലിസബത്തിന് അനുഗ്രഹം കൊടുക്കണമെങ്കിൽ എന്ത് വേണം? നോട്ട് ബൈ മെറിറ്റ് ബട്ട് ബൈ ഗ്രേസ്. നമ്മൾ Ephesians 4:8 പോകുന്ന ഉടനെ അതാണ് ഉടമ്പടിയുടെ അന്തസത്ത എന്ന് പറയണത്. ഇപ്പം നിങ്ങൾ അപ്പം മാതാവിൻ്റെ തിരുസ്ഥ ഉടമ്പടി എടുത്ത ആൾക്കാരല്ലേ? ഓൺലൈൻ ഉടമ്പടി ആയാലും അതുപോലെ തന്നെ നമ്മുടെ പിൽഗ്രിം ഉടമ്പടി ആയാലും തീർത്ഥാടന ഉടമ്പടി ആയാലും ഈ ഉടമ്പടിയുടെ ബേസ് എന്താണ്? നോട്ട് ബൈ മെറിറ്റാണ്. അതാണ് നാട്ടുകാർ കമൻറ്റ് ചെയ്യണത്. എലിസബത്ത് പ്രസവിച്ച് കഴിഞ്ഞപ്പോൾ ജനം എന്താ പറയണത്? കർത്താവ് അവളോട് കാരുണ്യം കാണിച്ചു. ഒന്ന് ഏറ്റു പറഞ്ഞേ, കർത്താവ് അവളോട്. അതായത് വന്ധ്യയായ അതേസമയം തന്നെ വൃദ്ധയായ എലിസബത്തിനോട് അവൾക്ക് യോഗ്യതയില്ല. പക്ഷേ ദൈവം എന്താ കാണിച്ചത്? കാരുണ്യം. ദൈവവേദനേ, നീ രോഗിയാകാം, അതുപോലെ നിൻ്റെ കുടുംബം തകർന്നിരിക്കുന്ന അവസ്ഥയാകാം, നിൻ്റെ മക്കളും നിൻ്റെ ഭർത്താവും ജീവിത പങ്കാളികളുമെല്ലാം പലതരത്തിൽ പാറാപറന്തൽ പോലെ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു ഹതാശയമായ അന്തരീക്ഷമാകാം. സ്റ്റിൽ there is a space for hope. നിൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും ദൈവത്തിൻ്റെ കരുണയ്ക്ക് സ്ഥാനമുണ്ട്. ശ്രുതികട്ടെ ശ്രുതികട്ടെ, ഹല്ലേലൂയ. ശ്രുതികട്ടെ, ഹല്ലേലൂയ, 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 യേശുവേ ആരാധന, യേശുവേ ആരാധന, ഹല്ലേലൂയ, യേശുവേ കരുണ തോന്നണമേ, കരുണയായിരിക്കണമേ, ഹല്ലേലൂയ, യേശുവേ നന്ദി, 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 ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, അപ്പം എലിസബത്തിനോട് കരുണ കാണിച്ച ദൈവത്തിൻ്റെ മുമ്പിലാണ്, ദിവ്യകാരുണ്യത്തിൻ്റെ ദിവ്യകരുണയുടെ മുമ്പിലാണ് നമ്മൾ ഈ ആരാധന നടത്തുന്നതെന്നാണ് അച്ഛൻ പതുക്കെ എൻ്റെ സഹോദരങ്ങളെ ഓർപ്പിക്കണത്. ദിസ് ഈസ് ദ സ്പേസ് ഓഫ് എ ഹോപ്പ്. നമ്മളുടെ പ്രത്യാശയുടെ
അടിസ്ഥാനം ദൈവത്തിൻ്റെ കരുണയാണ്. അതാണ് മാർപ്പാപ്പ കരുണയുടെ മാതാവേ, പ്രത്യാശയുടെ മാതാവേ എന്ന് ചേർക്കാൻ കാരണം. പക്ഷേ നമ്മുടെ ഏറ്റവും വലിയൊരു അനുഗ്രഹം ഈ കാലഘട്ടത്തിൽ, ഉടമ്പടിയുടെ ഈ കാലഘട്ടത്തിലാണ് സഭയിലെ കരുണയുടെ മാതാവേ എന്നുള്ള സുഹൃതമണിയും പ്രത്യാശയുടെ മാതാവേ എന്നുള്ള സുഹൃതമണിയും പരിശുദ്ധ അമ്മയുടെ മധ്യസ്ഥത്തിന് സമർപ്പിക്കപ്പെട്ടിരിക്കുന്നത്. ശ്രുതികട്ടെ ശ്രുതികട്ടെ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം. ഹല്ലേലൂയ, என்னோட பேர் மேரி ஸ்டெல்லா. இவங்க என்னோட ஹஸ்பண்ட் அஜய்குமார். நான் தமிழ்நாடு கன்னியாகுமரி மாவட்டம் களியக்காவளை பகுதியிலேருந்து வரேன். 2013 நவம்பர் மாதம்தான் இங்கே இருக்கக்கூடிய இந்த மாதாவை யூடியூப்பில் பார்த்துட்டு இந்த மாதாவை தேடி தான் நானும் என்னோடய வீட்டு பக்கத்தில் இருந்த ஒரு அக்காவுமா சேர்ந்து இங்கே வந்தோம். இங்கே அந்த நேரம் குடும்ப சூழ்நிலை ரொம்ப கஷ்டமாக இருந்துச்சு. இவர் வாழைக்காய் வியாபாரம் பண்ணிகிட்டு இருக்காரு. ரொம்பவும் அடி வாங்கி 5 வருஷமாக நிறைய கடவும் எல்லாமா இருந்து இனி வாழ்க்கை எதுக்கு அப்படின்னு ஒரு கேள்வி வந்த டைமில் தான் நாங்கள் இங்கே தேடி இந்த கிருபாசனத்தை தேடி வரோம். இங்கே வந்ததுக்கு பிறகு தான் தெரியும் உடம்படி எடுக்கணும்னு மலையாளத்தில் ஏதோ சொன்னாங்க. அதை கேட்டுட்டு நான் எங்கள் ஊரில் போய் கேட்டப்போ அவங்க சொன்னாங்க, உடம்படியை பற்றியுள்ள டீட்டெயில் எல்லாம் சொல்லி தந்தாங்க. அதிலிருந்து தான் எனக்கு புரிஞ்சுது உடம்படின்னு அவங்க சொல்கிறது தமிழில் உடன்படிக்கை அப்படிங்கிறது. அப்போ நான் விவிலியம் பைபிள் வாசிக்கக்கூடிய ஆள், பைபிள் நான் எழுதியிருக்கேன். அதனால் எனக்கு அதை பற்றி கொஞ்சம் டீட்டெயிலாக தெரியுது. சர்ச்சில் ஆக்டிவாக செயல்படக்கூடிய ஒரு ஆள். அதனால் நான் உடனே ஓகே பண்ணி ஆதார் இருக்கா அப்படின்னாங்க. ஏன்னா அதர் ஸ்டேட் ஆனதுனால இருக்குன்னே அப்படியே உடனே உடன்படிக்கை இருக்கிறதுக்காக நாங்கள் லைனில் நின்று ஃபஸ்ட் நாள் உடன்படிக்கை எடுத்தோம். அங்கே போய் உட்காந்துருந்த போது யோசித்தா 6 காரியம் எழுதக்கூடிய இடத்துல எனக்கு 600 காரியம் மனசில் வந்துச்சு. என்ன எழுதுறதுன்னு தெரியலை. அப்போ நான் டாக் கேட்டிருக்கேன் ஃபாதருக்கு. இந்த டே டைமில் நாங்கள் சும்மா இருக்கும்போது இந்த ப்ரேயரை போட்டுட்டு தான் இருப்போம். அதுதான் எங்களுக்கு ஒரு ஆசுவாசமாக இருக்கும். அப்படி கேட்டபோது தான் சொன்னாங்க ஒரு நாளைக்கு, முதல்ல முதலிடம் நம்ம கடவுளுக்கு கொடுக்கணும், அப்போ தான் நம்ம வாழ்க்கையில் இம்ப்ரூவ்மெண்ட் வரும்னு சொன்னாங்க. அது உடனே எனக்கு ஞாபகத்துக்கு ஃபஸ்ட்டு 3 விஷயங்கள் நான் எழுதினது. இங்கே பேசிக்கலி கிறிஸ்டியன்ஸாக இருந்தாலும் தொழில் வியாபாரம் ஆனதுனால ஞாயிற்றுக்கிழமை தான் இவங்க போவாங்க. இதுக்கு திருச்செந்தூர் தூத்துக்குடி பகுதிகளெல்லாம் போயிட்டு வாழைக்காய் எடுத்துகிட்டு கேரளாவில் தான் விற்க போகிறது. அப்போ ஞாயிற்றுக்கிழமை கோயிலுக்கு வர முடியாது. எங்கள் சர்ச்சில் மலங்கரை கேத்தலிக் ஆனதுனால வாரத்தில் 2 நாள் தான் பூசை இருக்கும். அந்த நாட்கள்லாம் இவங்க வரமாட்டாங்க. அன்னைக்கு தான் வியாபாரம் நடக்கும். அப்போ எனக்கு அது ஒரு பயங்கர விஷயமா இருந்து, சின்னதுலேருந்து நான் வளர்ந்து வர நேரத்தில் எங்கள் அப்பா அம்மா பிள்ளைங்க நாங்கள் எல்லாருமே சேர்ந்து தான் கோயிலுக்கு போவோம். கோயிலே பக்கத்தில் வீடானதுனால கோயிலில் எல்லா செயல்கள்லையும் நாங்கள் ஆக்டிவாக இருப்போம். அது எனக்கு பயங்கர ஒரு கடினமாக மனசுக்குள்ளே இருந்துச்சு. நிறைய தடவை எடுத்து சொல்லியிருக்கேன். 15-16 வருஷம் இது நடந்துகிட்ருக்கு. கல்யாணம் ஆகி இந்த விஷயத்தை சொல்லி எங்களுக்கிட்ட நிறைய சண்டைகள் எல்லாம் வந்திருக்கோம். ஒரு காலகட்டத்தில் இனி இந்த லைஃப் வேண்டாம், நான் தனியாக இருக்கிறது நல்லதுங்கிட்டு முடிவெடுக்கக்கூடிய சூழ்நிலை வரை வந்துச்சு. அப்போ நான் நினச்சேன், இதைத்தானே முதல்ல நம்ம வைப்போம் அப்படின்னு நான் சொன்னது கோயிலுக்கு வரணும். அவங்க கண்டிப்பாக கோயிலுக்கு வரணும். 2வது கொஞ்சம் கூட எனக்கு ஒரு ஆசையாக இருந்தது, குடும்பமாக நாங்கள் சேர்ந்து கோயிலுக்கு போகணும் அப்படிங்கிறது. பிறகு பங்கில் செக்ரட்டரியாக இருக்கிறதுனால நான் நிறைய ஒர்க் இருக்கும். அதில் நிறைய காரியங்களுக்காக அடிக்கடி கோயிலுக்கு போக வேண்டியது வரும். அப்போ இவங்க கடைசி வரைக்கும், ஸ்டார்டிங்கில் இருந்து கடைசி வரைக்கும் கோயிலில் எல்லா செயல்பாடுகள்லையும் முடியும் மட்டும் பொறுமையாக எனக்கு கூட நிற்கணும் அப்படிங்கிறது ஒரு ஆசையாக இருந்துச்சு. இதை 3 நான் ஃபஸ்ட்டில் எழுதினேன். 4வது இவருக்கு வியாபாரம், தம்பியோட ஒரு கல்யாணம், எனக்கு பிள்ளைக்கு ஒரு NMM எக்ஸாம், அதாவது 8th நடக்கக்கூடிய ஒரு ஸ்காலர்ஷிப் எக்ஸாம். அது 2 நிலைகளில் நடக்கும். மேட்டு சேட்டு அந்த எக்ஸாம் நடக்கும். ஆனால் அவள் தோற்று போயிட்டா அது எழுதினப்பவே. அப்போ வீட்டில் எல்லோரும் என்னட்ட கோச்சு விட்டாங்க, இங்கே ஒன்றும் சர்ச் இல்லாமல நீ இவ்வளவு தூரம் ட்ராவல் பண்ணி அங்கே போய் சர்ச்சில் போகிற, என்ன நீ அப்படி சாதிச்ச அப்படிங்கிறத பற்றி சொன்னாங்க. எனக்கு அதுதான் ஞாபகத்துக்கு வந்தது. விவிலியத்தில் ஒரு அழகான ஒரு இறைவசனம், நெகேமியா 2:20, விண்ணக கடவுள் தாமே எனக்கு வெற்றி அளிப்பார் அப்படிங்கிறத நான் முறுக்கமாக பிடிச்சிட்டு ப்ரேயர் பண்ணிட்டு இருந்தேன். நீண்ட 13 வருஷமாக இங்கே நான் ஒரு காலத்தில் மாதாவுக்கிட்ட சொன்னேன், நான் இனி இந்த பலிபீடத்தில் ஏறி ஸ்ட்ராங்காக எனக்கு நிற்க முடியாட்டி நான் இந்த இடத்துக்கு நீ வரவே மாட்டேன். நான் எழுதி தந்த 6 காரியத்தில் 1 கூட பேலன்ஸ் இருந்தாலும் நான் சாட்சியும் சொல்ல மாட்டேன் அப்படிங்கிற ஒரு கட்டத்தில் சொல்லிட்டு நான் போயிட்டேன். இந்த வருஷம் ஜனவரி மாதம் 28ஆம் தேதி அவர் வியாபாரம் பண்ணிகிட்டு இருக்கும்போது சந்தையிலேருந்து ஓடி அங்கே வீட்டில் வந்துட்டு சொன்னாங்க, எனக்கு ரைட் சைடு கழுத்துக்கு பக்கத்தில் பயங்கர வலியாக இருக்குது,
என்னால் தாங்க முடியலை அப்படின்னு சொல்லி கீழே படுத்துட்டார் வந்த உடனே. அப்போ என்னைக்கும் மீனெல்லாம் வாங்கிட்டு வந்து பேக்கில் வந்து அதை வச்சுட்டு குளிச்சுட்டு வீட்டில் ஏறக்கூடிய மனுஷர் வந்து வெட்டிக்கிட்ட வாழை மாதிரி படுத்தப்போ எனக்கு பயங்கர சங்கடமாக போச்சு. நான் வந்து உடன்படி தைலம் தானே கையில் இருந்து எடுத்து போட்டு ப்ரேயர் பண்ணிகிட்டு இருந்தேன். அந்த நேரம் சொன்னார், வலி எனக்கு குறைஞ்சிட்டு அப்படின்னாரு. நான் கழுத்தை பிடிச்சி பார்த்தேன், ரைட் சைடு அந்த காது பக்கத்தில் இருந்து நெக்கு வரைக்கும் ஒரு வெயின் வந்து புடச்சி நின்னது மாதிரி ஃபீல் ஆச்சு. இது என்ன, நான் இந்த வெயின் பார்த்ததே இல்லையே அப்படின்னு சொன்னார். நானும் சொன்னேன், நானும் பார்த்தது கிடையாது அப்படின்னு சொல்லி இது போட்டுட்டு இருந்தா நம்ம தம்பி எவ்வளவு வண்ணமாக இருக்குதோ அந்த அளவு இதாகிட்டு புடச்சி நின்றுட்டு சந்தேகம் இருந்ததுனால திரும்பவும் வலி. சீக்கிரமாக பக்கத்தில் ஒரு ஹாஸ்பிட்டலில் கொண்டு போனேன். அவங்க தம்பி தான் கூட்டிகிட்டு போனாங்க. அங்கே ஹாஸ்பிட்டலில் போனப்போ அவர் சொன்னார், மெயின் ஆர்டரி வந்து ஹார்ட்டில் பிளாக் ஆகிருக்கு, அதனால யாக்கும் இன்ஜெக்ஷன் போட்டிருக்கான், 1 மணி நேரத்துக்குள்ளாடி நீங்கள் கொண்டு வேறு ஏதாவது ஹாஸ்பிட்டலுக்கு போகணுன்னாங்க. நாங்கள் அப்படியே அங்கே கொண்டு போனோம். அங்கே போயிட்டு அவர் என்னட்ட சொன்னார், நான் ஜெபமாலை மட்டும்தான் கையில் பிடிச்சிருக்கேன், வேறு ஒன்றும் எனக்கு இல்லை, யாருமே கூட இல்லை, என்ன பண்ணுறதுன்னு தெரியாத. 2 லட்சம் ரூபாய் பே பண்ண சொன்னாங்க. வெறும் 350 ரூபாய் காசோடு நான் அங்கே போயிருக்கேன். அப்போது பே பண்ணல. ட்ரீட்மெண்ட் நடந்துட்டு இருக்கும்போது எனக்கு தங்கச்சி வந்து SH கான்கிரேஷனில் சிஸ்டராக இருக்கான். அவள் வந்து அவங்களுக்கு ட்ரீட்மெண்ட் பண்ணினதான் அந்த நேரத்தில் ஒரு ஃபீல் ஆச்சு. அன்னையில் இருந்து மாதாவும் வானதூதர்களும் சேர்ந்து நின்று தான் எனக்கு ட்ரீட்மெண்ட் பண்ணியிருக்கிறாங்கங்கிறத அடியோட விசுவசித்து கோயிலில் இன்னைக்கு என் கூட வாராரு. கோயிலில் எந்த செயல்களாக இருந்தாலும் முதல் ஆளாக போயின்னு பண்ணுறாரு. எவ்வளவு நேரம் நான் கோயிலில் ஸ்பெண்ட் பண்ணாலும் கேள்வியே வராது. முன்னாடியெல்லாம் லேட்டாக 8 மணிக்கெல்லாம் சர்ச்சில் இருந்து வந்தேன்னு சொன்னால் என்னை வீட்டில் சண்டை தான் நடக்கும். ஆனால் இப்போ அந்த ஒரு கேள்வி இல்லை. இது 14 வருஷமாக நான் காத்துட்டு இருந்த ஒரு சந்தோஷம். குடும்பமாக சேர்ந்து கோயிலுக்கு போகிறதுக்கும் கோயிலில் எல்லா காரியங்களும் நிம்மதியோடு நான் பங்கு கொள்றதுக்குமான அந்த காரியம் கடவுள் எனக்கு சாதிச்சு தந்திருக்காரு. அதுக்காக அன்னை மரியாவுக்கு நான் கோடானு கோடி நன்றி சொல்கிறேன். இனி ஒன்று வந்து அவர் வியாபாரத்தில் அடியோட தோல்வி அடைஞ்சு மலேசியா ஹோட்டலில் வேலை பார்க்குறதுக்கு, அதாவது பாத்திரங்களெல்லாம் கழுவக்கூடிய வேலைக்காக தான் போனார். அங்கே போய் 4 வருஷம் இருந்த பிறகும் எந்த இம்ப்ரூவ்மெண்ட்டும் இல்லாது அங்கேருந்தே ஃபெயிலாகி திரும்ப வந்தார். இனி கேள்விக்குறியான ஒரு சூழலை நாங்கள் நின்னோம். இதே மாதிரி உடன்படியத்தை நான் விடாமல் ப்ரேயர் பண்ணிகிட்டே இருந்தேன். அவங்க கழிஞ்ச 2 வருஷமாக சரிக்கும் இவர் எல்லாம் வியாபாரம் பண்ணுறது அவங்க அப்பா, அவர் கூலிக்கு தான் போவார். அவருக்கு லாபம் கிடச்சாதான் எங்களுக்கு என்ன மகன் பேரில் அவர் கூலியை பார்க்காம சரியான காசு கொடுப்பார். அதனால் கழிஞ்ச 2 வருஷமாக எங்கள் வீட்டில் எந்த ஒரு அல்லல் இல்லாமல் லோனெல்லாம் அடைக்கிறதுக்கும் பிள்ளைகிட்ட காரியங்கள் செய்கிறதுக்கும் வீட்டு செயல்கள் செய்கிறதுக்குமான பைசா அந்த அமௌண்ட் வந்து வியாபாரத்துலேருந்து அவரோட உழைச்சி சம்பாதிச்சு கொண்டு வந்த பைசாயாக 2 வருஷம் எங்கள் வீட்டில் வந்து பிறகு 14 வருஷமாக வீடு வந்து நாங்கள் வார்த்து தான் போட்டிருந்தோம். திரும்ப வேலை ஒன்றும் பண்ணுறதுக்கான ஒரு வாய்ப்பு இல்லை. இப்போது நான் வெற்றிகரமாக எந்த ஒரு குறையும் இல்லாமல் வீட்டில் வந்து கம்ப்ளீட்டான வேலையை முடித்து நாங்கள் இப்போ சந்தோஷமாக இருக்கோம். இதுக்கு உதவி செய்த இந்த கிருபாசன மாதாவுக்கு கோடானு கோடி நன்றி செலுத்திக் கொள்கிறேன். அது கூட அவருக்கு மகன் ஏசப்பாய்க்கு நன்றி கூறிக்கொள்கிறேன். இனி வந்து காருண்ய பிரவர்த்தனங்கள் அப்படின்னு நான் செய்தது வந்து நாங்கள் ட்ரஸ்ட்டுக்கு மந்த்லி ஒரு அமௌண்ட்டு கொடுப்போம். அது வந்து எல்லா ட்ரஸ்ட்டும் கொடுக்க மாட்டோம், என்ன தேவை. இப்போ ட்ரஸ்ட்டுகளில் ஃபுட்டெல்லாம் கொண்டு கொடுப்பாங்க. அவங்களுக்கு வந்து அம்மாமாரெல்லாம் படுத்திருக்கக்கூடிய இடங்களில் வந்து அந்த லோஷன் சோப் அப்படிப்பட்ட விஷயங்கள் தான் தேவைப்படும். அது என்னன்னு எங்கள் சிஸ்டர்ஸ்கிட்ட கேட்டறிஞ்சு அதுக்கு மாதந்தோறும் நாங்கள் உதவி பண்ணிகிட்ருக்கோம். பிறகு வந்து ட்ரீட்மெண்ட்டுக்கு அப்படின்னு சொல்லிட்டு யார் எந்த தேவை வந்து கேட்டாலும் நாங்கள் அதுக்கு கொடுப்போம். எங்களால் ஏன்ற அளவு என்ன கொடுக்க முடியுதோ அந்த அளவு ஏன்ற அளவு கொடுக்குறோம் நாங்கள். பிறகு கோயிலுக்கு நல்ல முறையில் பண்ணிகிட்டு இருக்கோம். பிறகு பக்கத்துலலாம் இருக்கக்கூடிய ஆட்களுக்கு நான் வந்து GNM படித்த ஒரு ஆள், அதனால் ட்ரெஸ்ஸிங்கெல்லாம் நான் போகிறது உண்டு. இப்போ வீட்டிலையே வச்சு இன்ஜெக்ஷன் ஹாஸ்பிட்டல்லே பண்ண முடியாத ஆட்கள், அமௌண்ட் பே பண்ண முடியாத ஆட்கள் வீட்டில் வந்தாங்கன்னா அவங்களுக்கு இன்ஜெக்ஷன் போட்டு கொடுக்குறது அப்படிப்பட்ட காரியங்களெல்லாம் நான் பண்ணிகிட்ருக்கேன். பிறகு முதல்ல பேப்பர் வந்து 1 வருஷம் நம்ம சர்ச்சில் எனக்கு தெரிஞ்ச ஆட்கள், நம்ம இப்போ மீட்டிங் எல்லாம் போகிற இடங்களில் அதர் சர்ச்சுகளில் தான் கொடுத்துட்டு இருந்தேன். இப்போ வந்து நான் அப்படி கொடுக்கறது கிடையாது. ஏன்னா வாங்கிட்டு லெஃப்ட் ஹேண்டில் வச்சு போகிற ஆட்கள் அது பார்க்கும்போது சங்கடமாக இருக்கும். அதனால் இப்போ வந்து எந்த தேவை, அதாவது ஒரு ஆள் என்கிட்ட வந்து சங்கடம் சொல்கிறாங்கன்னு சொன்னால் அவங்க வீட்டுக்கு நாங்கள் போயிட்டு எங்களுக்கு என்ன நடந்ததோ அந்த விஷயத்தை எக்ஸ்பிளைன் பண்ணி அவங்களுக்கு கொடுத்துட்டு அதை சொல்லிட்டு வர்றோம். அதில் ஒரு திருப்தியாக இருக்குது எங்களுக்கு பேப்பர் கொடுக்கறதுனால. பிறகு நிறைய பேர் அதுக்கு பிறகு எங்கள் கிருபாசனத்தில் வந்திருக்காங்க. அவங்க கூட எனக்கு அட்டன் பண்ணி வர முடியாட்டாலும் அவங்க வந்தேன்ங்கிற தகவலை எனக்கு சொல்கிறாங்க.
பிறகு ஃபாதருக்கு அந்த டாக் வந்து எல்லா செவ்வாய்க்கிழமையும் அது டவுன்லோட் ஆகும்போதே பார்க்குறேன். காலையில் 5:30 மணிக்கு வர டெய்லி பிரெட் அதை பார்க்குறேன், ப்രയർ பண்ணிட்டு இருக்கிறேன். கடவுள் எங்களை வாழ்த்திட்டு தான் இருக்கார். അമ്മ മാതാവിനും തിരുക്കുമാരനും ഞങ്ങളുടെ 1000 നന്ദി. എൻ്റെ പേര് കിഷോർ, ഇതെൻ്റെ ഭാര്യ മനീഷ, ഇത് ഞങ്ങളുടെ മക്കൾ ഇവാനിയ, ജുവാൻ. ഞങ്ങൾ തിരുവനന്തപുരത്തു നിന്നാണ് വരുന്നത്. കഴിഞ്ഞ 1 വർഷമായിട്ട് ഞങ്ങൾ ഓസ്ട്രേലിയയിലാണ് സെറ്റിലായിരിക്കുന്നത്. അതിനു മുമ്പ് ഞങ്ങൾ സിംഗപ്പൂരാണ് വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. 2022 നമ്മൾ ഉടമ്പടി വെച്ചപ്പോഴത്തേക്കും ഞങ്ങൾ വെച്ചിരിക്കുന്ന കുറച്ച് കാര്യങ്ങൾ ഞങ്ങൾക്ക് സാധ്യമായി കിട്ടി. അത് ഏറ്റു ചെല്ലാൻ പറയാനായിട്ടാണ് ഞങ്ങളിവിടെ വന്നിരിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് ഞങ്ങൾ സിംഗപ്പൂരായിരുന്നു ആ സമയത്ത് കോവിഡൊക്കെ ആയിരുന്നു. അപ്പോൾ ആ സമയത്ത് ഞങ്ങൾക്ക് PR അവിടെ സിംഗപ്പൂർ ഒരിക്കലും കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ വരുന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്യാം എന്നുള്ളൊരു പ്ലാൻ ചെയ്യുകയും അതിനോടനുബന്ധിച്ച് PR ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുകയും ചെയ്തു. പക്ഷേ കോവിഡ് ആയതുകൊണ്ട് തന്നെ ഓഫ് ഷോർ ഒന്നും കിട്ടുന്നില്ലായിരുന്നു. ഞങ്ങൾ സിംഗപ്പൂർ ആയതുകൊണ്ട് ഒരു രീതിയിൽ നമുക്ക് PR നമുക്ക് അപ്രൂവ് ആയി കിട്ടുന്നില്ലായിരുന്നു. അങ്ങനെ 2022 വന്ന് നമ്മൾ ഉടമ്പടി വയ്ക്കുകയും അതിനോട് വെച്ച് ബോർഡറെല്ലാം ഓപ്പൺ ആയപ്പോഴത്തേക്കും ഫസ്റ്റ് ഇതിൽ തന്നെ നമുക്ക് പ്രിഫറൻസ് കിട്ടുകയും ഞങ്ങളുടെ 2023 ഞങ്ങൾക്ക് PR അപ്രൂവ് ആവുകയും ചെയ്തു. അത് ഉടമ്പടിയിൽ ഞങ്ങൾ മാതാവിനോട് സമർപ്പിച്ച് വെച്ചതിൻ്റെ അതിനുശേഷം മാത്രമാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം ഉടമ്പടി വെച്ചപ്പോഴത്തേക്കും നമ്മുടെ PR ആപ്ലിക്കേഷനിലൊക്കെ നമ്മൾ തൈലം പൂശുകയും അത് സബ്മിറ്റ് ചെയ്യുകയും ഓരോ സ്റ്റേജിലും ഞങ്ങൾ മാതാവിനോട് പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെയാണ് ഞങ്ങൾക്ക് 2023 PR ആപ്ലിക്കേഷൻ അപ്രൂവായി കിട്ടിയത്. പക്ഷേ സ്വാഭാവികമായിട്ടും സിംഗപ്പൂർ നമുക്ക് നമ്മുടെ ജോലിക്കൊന്നും പ്രത്യേകിച്ച് തടസ്സമൊന്നും ഉണ്ടായിരുന്നില്ല. അവിടെ എല്ലാം ഓക്കെ ആയിട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് തന്നെ കുറച്ച് വൈകി ഓസ്ട്രേലിയയിലേക്ക് മൈഗ്രേറ്റ് ചെയ്താൽ മതി, ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് എൻട്രി കഴിഞ്ഞിട്ട് സിംഗപ്പൂർ തന്നെ തിരിച്ച് വന്ന് ജോലി ചെയ്ത് കണ്ടിന്യൂ ചെയ്ത് കുറച്ച് കഴിഞ്ഞിട്ട് ജോലി മൂവ് ചെയ്താൽ മതി എന്നൊരു രീതിയിലായിരുന്നു ഞങ്ങൾ പ്ലാൻ ചെയ്തത്. ഒരു 2026 ആദ്യത്തോടു കൂടിയൊക്കെ മൂവ് ചെയ്താൽ മതി എന്നുള്ള രീതിയിലായിരുന്നു. അങ്ങനെ 2024 ജനുവരിയിൽ വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് ഉടമ്പടി എടുക്കുകയും അതിൽ കുറച്ച് നിയോഗങ്ങൾ വീണ്ടും സമർപ്പിക്കുകയും ചെയ്തു. അപ്പോൾ അതിലൊന്ന് പറഞ്ഞിരുന്നത് എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾക്ക് PR കിട്ടി മാതാവേ, ഒരു സ്മൂത്തായിട്ട് ഓസ്ട്രേലിയക്ക് ഒന്ന് ട്രാൻസിഷൻ ചെയ്ത് തരണമേ, യാതൊരു പ്രയാസങ്ങളൊന്നും ഇല്ലാതെ നല്ല രീതിയിലൊരു മൂവ്മെൻറ്റ് നമുക്ക് തരണമേ എന്നുള്ളതായിരുന്നു ഞങ്ങൾ വെച്ചിരുന്നത്. അപ്പോൾ തിരിച്ച് ജനുവരി കഴിഞ്ഞ് ഫെബ്രുവരിയിൽ ചെന്നപ്പോഴത്തേക്കും എൻ്റെ ജോലിക്ക് യാതൊരു തടസ്സമില്ലായിരുന്നു. പക്ഷെ പെട്ടെന്ന് എൻ്റെ പ്രൊജക്റ്റിന് നമ്മൾ രണ്ടുപേരും IT യിലാണ് വർക്ക് ചെയ്യുന്നത്. പ്രൊജക്റ്റ് സ്റ്റോപ്പ് ആവുകയും അപ്പം എനിക്ക് വേറെ ജോലി സിംഗപ്പൂർ തന്നെ തപ്പേണ്ട ഒരു അവസ്ഥ വന്നു. പക്ഷേ എത്ര നോക്കിയിട്ടും സിംഗപ്പൂർ വേറൊരു ജോലി കിട്ടാത്തൊരു സിറ്റുവേഷനിലൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ ഞാനിങ്ങനെ മാതാവിനോട് പറഞ്ഞു, മാതാവേ എന്താണ് എനിക്ക് സംബന്ധിച്ച്, ഞാൻ കരിയറിലൊക്കെ ഒത്തിരി നല്ല ഇതാണല്ലോ, പക്ഷേ എന്താണ് നമുക്ക് സംഭവിക്കുന്നത്, ഞങ്ങൾ ഉടമ്പടിയും വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ മാതാവിനോട് ചോദിക്കുകയും അങ്ങനെ കുറച്ചും കൂടെ കൂടുതലായിട്ട് മാതാവിനോട് പ്രാർത്ഥിക്കുകയും ചെയ്തു. അങ്ങനെ സ്വാഭാവികമായിട്ടും സിംഗപ്പൂർ ജോലി കിട്ടാതെ വന്നപ്പോഴത്തേക്കും ഓസ്ട്രേലിയൻ PR ഓൾറെഡി ആയതുകൊണ്ട് തന്നെ നമ്മൾ ഓസ്ട്രേലിയക്ക് എന്നാൽ പിന്നെ ജോലി നോക്കാം എന്നുള്ള രീതിയിൽ ഞാൻ ഓസ്ട്രേലിയയിലോട്ട് ജോലി നോക്കി തുടങ്ങി. അതിനുശേഷം 1 മാസത്തിനുള്ളിൽ തന്നെ എനിക്ക് ഇൻ്റർവ്യൂ കോൾ വരികയും ജോബ് ഇൻ്റർവ്യൂ എല്ലാം അറ്റൻഡ് ചെയ്ത് എനിക്ക് ജോലി കിട്ടുകയും ആ മാസം അവസാനം തന്നെ എനിക്ക് അവിടെ ജോയിൻ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു. അങ്ങനെ ഞാൻ ഒരു 2024 ഏപ്രിൽ ആദ്യത്തോടു കൂടി ഓസ്ട്രേലിയയിലേക്ക് മൂവ് ചെയ്തു. അപ്പോഴും വൈഫും പിള്ളേരും സിംഗപ്പൂർ തന്നെ കണ്ടിന്യൂ ചെയ്തു. കാരണം പിള്ളേരുടെ പഠനവും കാര്യങ്ങളും വൈഫും വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരവിടെ തന്നെ കണ്ടിന്യൂ ചെയ്തു. പിന്നീട് ഇവർക്ക് ഇപ്പോൾ ഡിസംബറോട് കൂടി വൈഫിൻ്റെയും ജോലി അവിടെ നിന്ന് റിസൈൻ ചെയ്തിട്ട് 2025 ആദ്യത്തോടു കൂടി മാറാം എന്നുള്ളൊരു പ്ലാനിലാണ് നമ്മൾ ആദ്യം വിചാരിച്ചിരുന്നത്. അങ്ങനെ 2024 ഡിസംബറിൽ മനീഷ അവിടെ നിന്ന് റിസൈൻ ചെയ്തു. അപ്പം ഞാൻ അവിടെ നിന്ന് പിള്ളേരുടെ നെക്സ്റ്റ് ഇയറിലേക്കുള്ള അഡ്മിഷനും കാര്യങ്ങളെല്ലാം റെഡിയാക്കി ഞങ്ങൾ അവരെയും കൂടെ കൂട്ടി ഓസ്ട്രേലിയക്ക് വന്നു. 2 മാസം കഴിഞ്ഞ് ജനുവരി ഫെബ്രുവരി ഒക്കെ ആയപ്പോഴത്തേക്കും മനീഷയ്ക്കും അവിടെ ജോലി കിട്ടി കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നീടാണ് അറിഞ്ഞത് മനീഷയുടെ ജോലിയും ഒരു ഫെബ്രുവരി മാർച്ച് ആയപ്പോഴത്തേക്കും ആ പ്രൊജക്റ്റും സ്റ്റോപ്പ് ചെയ്തു. ആ പ്രൊജക്റ്റിലുണ്ടായിരുന്ന എല്ലാവരെയും അവർ ഫോഴ്സ്ഫുള്ളി ടെർമിനേറ്റ് ചെയ്യുകയും അങ്ങനെ അവിടെ സിംഗപ്പൂർ PR ഇല്ലാത്തവരെല്ലാവരും നാട്ടിൽ പോകേണ്ട ഒരു സിറ്റുവേഷനും വരികയുണ്ടായി. അപ്പം മാതാവ് ശരിക്കും പറഞ്ഞാൽ ഞങ്ങൾ വെച്ചിരുന്ന ഫസ്റ്റ് ഒരു അപേക്ഷ എന്നുള്ള രീതിയിൽ ഒരു സ്മൂത്തായിട്ട് PR ഓസ്ട്രേലിയയിലേക്ക് നമുക്ക് മൈഗ്രേറ്റ് ചെയ്ത് തരണേന്ന് പറഞ്ഞപ്പോഴത്തേക്കും ഞങ്ങൾ പ്ലാൻ ചെയ്തതിനേക്കാളും അപ്പുറം അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത രീതിയിലുള്ളൊരു ട്രാൻസ്ഫോർമേഷനാണ് നമുക്ക് മാതാവ് സാധിച്ചു തന്നിരിക്കുന്നത്.
ഞാനും മനീഷയും കുറേ കാര്യങ്ങളൊക്കെ ഒത്തിരി പ്ലാൻ ചെയ്തിട്ടുണ്ട്, ഇങ്ങനെ വേണം, അങ്ങനെ വേണം, ഇങ്ങനെ ചെയ്യണം എന്നൊക്കെ. പക്ഷേ അതിലൊന്നും കൂടെ അല്ലാതെ ഏറ്റവും നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടാണ് നമുക്കൊരു നല്ലൊരു ട്രാൻസ്ഫോർമേഷനാണ് ദൈവം നമുക്ക് തന്നിരിക്കുന്നത്, ഒരിക്കലും പറ്റാത്ത രീതിയിലുള്ളത്. സ്വാഭാവികമായിട്ടും ഓസ്ട്രേലിയയിലേക്ക് വന്നതിന് ശേഷം പിന്നീട് രണ്ടുപേർക്കും ജോലി ആയപ്പോഴത്തേക്കും ഒരു വീടെന്നുള്ളൊരു സ്വപ്നത്തിലേക്ക് വരികയുണ്ടായി. അപ്പം വീട് നോക്കുമ്പോഴത്തേക്കും ഒരു രീതിയിലും ഒരിടത്തും നമുക്ക് വീടൊന്നും അങ്ങനെ കാണിച്ചു തരികയോ അങ്ങനത്തെ കിട്ടുന്നില്ല. ചില വീട് ഇഷ്ടപ്പെടുമ്പോഴത്തേക്കും അടുത്ത് പിള്ളേരുടെ സ്കൂൾ സൗകര്യങ്ങളൊക്കെ കുറവായിരിക്കും, നല്ല സ്കൂളായിരിക്കത്തില്ല. അങ്ങനെയൊക്കെ വന്നപ്പോഴത്തേക്കും അത് വളരെയധികം ബുദ്ധിമുട്ടുണ്ടായി. അപ്പോൾ ഡിസംബർ അവസാനം ഈ വർഷം നമ്മൾ നാട്ടിലേക്ക് വരാനായിട്ട് ടിക്കറ്റൊക്കെ നേരത്തെ എടുത്തതാണ്. അപ്പം ഒന്നും ആവാതെ വന്നപ്പോഴത്തേക്ക് നമ്മൾ മാതാവിനടുത്ത് ഒരു ലൈറ്റ് എ ക്യാൻഡിൽ ഓൺലൈൻ റിക്വസ്റ്റ് ചെയ്തായിരുന്നു. നവംബർ 1 മാതാവെ, ഞങ്ങൾ നാട്ടിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് തന്നെ ഞങ്ങൾക്കൊരു വീട് എന്നൊരു സ്വപ്നം സാധിച്ചു തരണമേ, അതിന് എന്തെങ്കിലും ഒരു അടയാളം മാതാവ് കാണിച്ചു തരണമേ എന്ന് റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളിങ്ങനെ വീട് എല്ലാ ആഴ്ചയും വീക്കെൻഡ്സ് നമ്മളിങ്ങനെ വീട് പോയി നോക്കുന്നുണ്ട്. പക്ഷേ 2 ആഴ്ച കഴിഞ്ഞപ്പോഴത്തേക്കും ഞങ്ങളൊരു വീട് പോയി കാണുകയും ആ വീട് നമുക്ക് ഇഷ്ടപ്പെടുകയും അതിൽ അടയാളം എന്നുള്ള രീതിയിൽ മാതാവിൻ്റെ ഒരു ഫോട്ടോ ഒരു ചുമരിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞങ്ങൾക്ക് അടയാളമായിട്ട് കിട്ടുകയും മാതാവ് കാണിച്ചു തരികയും നമുക്ക് ആ വീട് സ്വന്തമാവുകയും ചെയ്തു. എല്ലാത്തിനും അടുത്തൊരു വലിയൊരു അപേക്ഷ ഞങ്ങൾ വെച്ചിരുന്നു വെച്ചാൽ, എൻ്റെ മകൻ ജുവാൻ, ഇവന് സ്പീച്ചിനൊരു ഡിലേ ഉണ്ടായിരുന്നു ബർത്തിന് ശേഷം. അപ്പം ആദ്യമൊക്കെ സ്പീച്ച് തെറാപ്പിസ്റ്റിനെയൊക്കെ കാണിച്ചെന്തെങ്കിലും അത്രയൊരു വലിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് ഉണ്ടായിരുന്നില്ല. അപ്പോൾ അങ്ങനെ ഞങ്ങൾ നമ്മുടെ ഉടമ്പടിയിൽ അവനെ വെച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുകയും മനീഷ കഴിഞ്ഞ 2024 ജവമാല റാലിയിൽ സിംഗപ്പൂരിൽ നിന്ന് ഇവിടെ വരുന്ന അതിൽ പങ്കുചേരുകയും ചെയ്തു. അപ്പോൾ അതിനുശേഷം ഉടമ്പടി തൈലവും ഉപ്പും ഒക്കെ അവൻ്റെ നാവിൽ പുരട്ടി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. പക്ഷേ അതിനുശേഷം അവനൊരു വലിയൊരു ചേഞ്ചാണ് അവനിൽ സംഭവിച്ചത്. അവനിപ്പം നന്നായിട്ട് സംസാരിക്കും, യാതൊരു കുഴപ്പമില്ലാതെ സംസാരിക്കും. 2024 ഞാൻ ഉടമ്പടി എടുത്തെങ്കിലും മാതാവിനോടത്ത് ഞാൻ ഇവിടെ വന്ന് ഈ കിട്ടിയ അനുഭവങ്ങളെല്ലാം ഏറ്റുചൊല്ലാമെന്ന് ഞാൻ സാക്ഷ്യപ്പെടുത്താമെന്ന് പറഞ്ഞിരുന്നു. പക്ഷേ ജൂൺ ജൂലൈയിൽ ഞാനിവിടെ വന്നെങ്കിലും എനിക്കത് സാക്ഷ്യപ്പെടുത്താൻ ഒരു ചമ്മലായിരുന്നു. എനിക്കൊരു എന്താ പറയുക, പറയാൻ പറ്റിയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. പക്ഷേ അതിനുശേഷം ഞങ്ങളുടെ ജീവിതത്തിൽ നടന്നിട്ടുള്ള സംഭവങ്ങൾ 2024 എന്നുള്ളൊരു വർഷം ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ, ദൈവം ഞങ്ങൾക്കായിട്ട് എല്ലാം ഒരുക്കി തരികയായിരുന്നു. എന്താ പറയുക, അത് എത്ര പറഞ്ഞാലും മനസ്സിലാവത്തില്ല. കാരണം എല്ലാം ഒരു മിറാക്കിൾ പോലെയായിരുന്നു സംഭവിച്ചിരുന്നത്. ശരിക്കും ഒത്തിരി സിറ്റുവേഷൻ, എൻ്റെ ജോലി പോകേണ്ടതായിരുന്നു, മനീഷയുടെ ജോലി പോകേണ്ടതായിരുന്നു, മൊത്തത്തിലൊരു തടസ്സം സംഭവിക്കേണ്ട സ്ഥലത്തുനിന്ന് ഞങ്ങളെ അതൊന്നും അറിയിക്കാതെ ഈ 2025 എന്നുള്ള വർഷത്തിലേക്ക് ഞങ്ങളെ സ്മൂത്തായിട്ട് ദൈവം മാതാവ് കൊണ്ടെത്തിക്കുകയാണ് ഉണ്ടായത്. അതിന് മാതാവിനോട് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു. അതോടൊപ്പം അന്ന് ജൂലൈയിൽ വന്നിട്ട് ഞാൻ ഇവിടെ വന്ന് സാക്ഷ്യം പറയാതിരുന്നതിൽ മാതാവിനോട് ഞാൻ എൻ്റെ ക്ഷമയും ചോദിച്ചോളുന്നു. കാരുണ്യ പ്രവർത്തികളായിട്ട് ഞങ്ങൾ ചെയ്തതെന്ന് വെച്ചാൽ, ഞങ്ങളുടെ വീടിൻ്റെ ചുറ്റുവട്ടമായിട്ട് കുറച്ച് ഓർഫനേജുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാ മാസവും ആ ഓർഫനേജുകളിലേക്കുള്ള ഫുഡ്, ഒരു 100 പേരോളമുണ്ട്, മാസം ഫുഡ് നമ്മൾ അവിടെ കൊടുക്കുമായിരുന്നു. പിന്നെ കൃപാസന പത്രം പല സ്ഥലങ്ങളിലും തമിഴ്നാട്ടിലുള്ളവർക്കും അവിടെ എല്ലാം നമ്മൾ കൊണ്ടുപോയി കൊടുക്കുമായിരുന്നു. പിന്നെ ഞങ്ങളുടെ ഫ്രണ്ട്സ് വഴിയും കുടുംബക്കാർ വഴിയൊക്കെ വരുമ്പം സുഖമില്ലാത്ത ഉള്ളവരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മുടെ അടുത്ത് വരുന്നവരൊക്കെ സാമ്പത്തികമായിട്ടുള്ള സഹായവും ചെയ്യുമായിരുന്നു. ഇതൊക്കെയാണ് ഞങ്ങൾ ചെയ്തത്.